ഒരു ഭാഗത്ത് ലോകം മൊത്തം ടെക്നോളജിക്ക് പിന്നാലെ പായുമ്പോൾ ആ ടെക്നോളജിയുടെ തലച്ചോറായിട്ടുള്ള AI-യും സെമി കണ്ടക്ടറും പിന്നെ നമ്മുടെ നാടിന് വെളിച്ചം തരാൻ പോകുന്ന വമ്പൻ യുറേനിയം ഡീലും ഒറ്റയടിക്ക് ഇന്ത്യ സ്വന്തമാക്കുകയാണ്. അതെ, ഇന്തോനേഷ്യയിൽ ഒരു വമ്പൻ ഡിജിറ്റൽ വിപ്ലവത്തിന് തിരികൊളുത്തി അവിടെ നിന്ന് നേരെ ഓസ്ട്രേലിയൻ മണ്ണിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. വെറും ഒരു ഒഫീഷ്യൽ വിസിറ്റ് എന്ന് കരുതി ഇതിനെ തള്ളിക്കളയരുത്. നാച്ചുറൽ ആൻഡ് ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ് എന്നാണ് ഓസ്ട്രേലിയയുമായിട്ടുള്ള ഈ ഒരു പുതിയ കെട്ടുറപ്പിനെ മോദി വിശേഷിപ്പിച്ചത്. നമ്മുടെ തൊട്ട അയൽപക്കത്തിരുന്ന് ചൈന പുതിയ അടവുകൾ പയറ്റുമ്പോൾ അതിനെ ക്ലീൻ ബൗൾഡ് ആക്കാനുള്ള ഇന്ത്യയുടെ കൃത്യമായ മാസ്റ്റർ പ്ലാനാണിത്. ഇന്തോനേഷ്യയിൽ നമ്മൾ ഉണ്ടാക്കിയ വമ്പൻ നേട്ടങ്ങളും മെൽബണിൽ വെച്ച് ഒപ്പുവെക്കാൻ പോകുന്ന ചരിത്രപരമായ കരാറുകളും എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഈ പുതിയ കരാറുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഈ സൗഹൃദം ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ഒരു കാലത്ത് ഓസ്ട്രേലിയയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. എന്നാൽ 2014 നീണ്ട 33 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ മണ്ണിൽ കാലുകുത്തുന്നത്. അന്ന് മോദി തുടക്കമിട്ട ആ സൗഹൃദം 2020 ആയപ്പോഴേക്കും ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായിട്ട് വളർന്നു. തൊട്ടു പിന്നാലെ 2022 നമ്മൾ ഒപ്പുവെച്ച ECTA കരാർ വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് ടാക്സുകൾ വെട്ടിക്കുറച്ച ആ കരാറിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സ് വലിയ രീതിയിലാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് വിസ നടപടികൾ എളുപ്പമാക്കിയ MMPA കരാറും നമ്മൾ കണ്ടു. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പടിപടിയായിട്ട് കെട്ടിപ്പടുത്ത ശക്തമായ അടിത്തറയിലാണ് ഇപ്പോൾ AI-യും യുറേനിയവും ലക്ഷ്യമിട്ട് മോദി പുതിയൊരു ചരിത്രം കുറിക്കുന്നത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ നിന്ന് ഇപ്പോൾ വളരെ നിർണായകമായ വമ്പൻ അപ്ഡേറ്റ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ആൽബനീസുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റാൻ പോകുന്ന ചില വമ്പൻ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടവ ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് വമ്പൻ യുറേനിയം ഡീലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുറേനിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. ഇന്ത്യയെ സംബന്ധിച്ച് 2047ഓടെ 100 ഗിഗാവാട്ട്സ് ന്യൂക്ലിയർ പവർ ജനറേഷൻ കൈവരിക്കുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്. അതിന് ഇന്ധനം വേണം. ഈ സന്ദർശനത്തിൽ യുറേനിയത്തിന്റെ കമേഴ്ഷ്യൽ സപ്ലൈ സംബന്ധിച്ച അന്തിമ കരാറുകളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ക്ലീൻ എനർജി സ്വപ്നങ്ങൾക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സിവിൽ ന്യൂക്ലിയർ കരാർ പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കഴിഞ്ഞു. ഇനി മുതൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം നേരിട്ട് ഇന്ത്യയിലെ ആണവ നിലയങ്ങളിലേക്ക് എത്തും. നമ്മുടെ രാജ്യത്ത് AI, വലിയ ഡേറ്റാ സെന്ററുകൾ ഇവയൊക്കെ കാരണം വൈദ്യുതിയുടെ ആവശ്യം കുതിച്ചുയരുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ക്ലീൻ എനർജി വർദ്ധിപ്പിക്കാനായിട്ട് ഈ യുറേനിയം ഡീൽ ഇന്ത്യക്ക് ലഭിച്ച ഒരു ഹിസ്റ്റോറിക് ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ് മോദി പറഞ്ഞത്. രണ്ടാമത് ക്രിട്ടിക്കൽ മിനറൽസ് ആണ്. ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ ഇലക്ട്രിക് വാഹനങ്ങൾക്കും അത്യാധുനിക ബാറ്ററികൾക്കും ആവശ്യമായ ലിഥിയം, കൊബോൾട്ട് തുടങ്ങിയ നിർണായകമായ ധാതുക്കൾക്കായിട്ട് ഇരു രാജ്യങ്ങളും ചേർന്നൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് പാത ഉണ്ടാക്കും. ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചെമ്പ്, അതായത് കോപ്പർ ഇറക്കുമതിയിൽ മാത്രം 195% വൻ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തേത് ഡിഫൻസ് ഇന്നൊവേഷൻ ബ്രിഡ്ജ്. പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെയും അതുപോലെ സൈനിക സാങ്കേതിക വിദ്യകളെയും പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് ഒരു പുതിയ ഡിഫൻസ് ബ്രിഡ്ജ് ഇരു നേതാക്കളും ചേർന്ന് പ്രഖ്യാപിച്ചു. ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റങ്ങൾക്ക് തടയിടാൻ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഇനി കൂടുതൽ ശക്തമാകും. നാലാമത്തേത് വമ്പൻ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് NIIF വീണ്ടും $500 മില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. ഇനി ടെക്നോളജിയുടെ കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തും സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുന്നതിലും ഓസ്ട്രേലിയൻ ഇൻവെസ്റ്റ്മെന്റും സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോവുകയാണ്. നിലവിലുള്ള താൽക്കാലിക വ്യാപാര കരാറിനെ മാറ്റി ഒരു ഫുൾ സ്കെയിൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് കോർപ്പറേഷൻ എഗ്രിമെന്റ് CECA ആക്കി മാറ്റാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലുമാണ്. 2022 നമ്മൾ ഒപ്പുവെച്ച ECTA കരാറിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സ് ഓസ്ട്രേലിയയിലേക്ക് ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഡീൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മറ്റൊരു ലെവലിൽ എത്തിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മേഖല സെക്യൂരിറ്റി, സുരക്ഷ. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ അനാവശ്യ ഇടപെടലുകളെ തടയാൻ ഇന്ത്യയുടെ മഹാസാഗർ വിഷൻ മുന്നോട്ട് വെച്ചാണ് മോദി കരുക്കൾ നീക്കുന്നത്. ഓസ്ട്രേലിയയും ഇന്ത്യയും ക്വാഡ് സഖ്യത്തിലെ പ്രധാന പങ്കാളികളാണ്. ഇത്തവണത്തെ ഹൈലൈറ്റ് ഇരു രാജ്യങ്ങളും ചേർന്നൊരു പുതിയ ജോയിന്റ് മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ് മാപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നതാണ്. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും പെട്രോൾ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പരസ്പരം സഹകരിക്കും. 2009 പഴയ സെക്യൂരിറ്റി ഡിക്ലറേഷൻ പുതുക്കി പണിത് കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് മോദി ഇന്തോനേഷ്യയിലായിരുന്നു.
ചേർന്നു. അവിടുത്തെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചായിരുന്നു ഈ ഒരു സ്റ്റേറ്റ് വിസിറ്റ്. അവിടെ നടന്നതും സമാനതകളില്ലാത്ത വൻ മുന്നേറ്റങ്ങളാണ്. അവിടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഡിജിറ്റൽ പേയ്മെന്റ് റെവല്യൂഷൻ ആണ്. ഇന്ത്യയുടെ UPI മാതൃകയിൽ ഇന്തോനേഷ്യ ഓപ്പൺ നെറ്റ്വർക്ക് ION ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ ONDC ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി കൾച്ചറൽ ഡിപ്ലോമസിയാണ്. യുനെസ്കോ പൈതൃക കേന്ദ്രമായ യോഗ്യകാർത്തയിലെ പ്രശസ്തമായ ബ്രാഹ്മണൻ ടെമ്പിൾ കോംപ്ലക്സ് പ്രധാനമന്ത്രി സന്ദർശിക്കുകയും അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ 2027 ടാഗോർ ദേവാന്തര വർഷമായിട്ട് ആഘോഷിക്കാനും തീരുമാനിച്ചു. ഇനി മൂന്നാമതായിട്ട് ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് ഡിഫൻസ് മേഖലയിലും ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിലും ഒട്ടനവധി MOUs ആണ് ഇന്ത്യ ഇന്തോനേഷ്യയുമായിട്ട് ഒപ്പുവെച്ചത്. ചുരുക്കം പറഞ്ഞാൽ ആക്ട് ഈസ്റ്റ് പോളിസി വളരെ സക്സസ്ഫുൾ ആയി ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മെൽബണിലെ മാർവൽ സ്റ്റേഡിയത്തെ ജനസാഗരമാക്കി മാറ്റിയ പ്രവാസി സ്വീകരണം ഇന്ത്യ ഓസ്ട്രേലിയ സൗഹൃദത്തിന്റെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കമിട്ടത്. വെറും ഒരു ബിസിനസ് അജണ്ട എന്നതിനപ്പുറം സ്ട്രാറ്റജിക് ഡിഫൻസിനും എനർജി സെക്യൂരിറ്റിയും എല്ലാം തുല്യ പ്രാധാന്യം നൽകുന്ന ഇന്ത്യയുടെ ഈ ഒരു ന്യൂ ഏജ് വിദേശ നയം വരും ദശകങ്ങളിൽ രാജ്യത്തെ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമില്ല. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒട്ടും ശുഭകരമല്ലാത്ത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുറച്ചു ദിവസങ്ങളായിട്ട് ലോകം ശ്വാസം അടക്കി പിടിച്ചു കാത്തിരുന്ന ആ സമാധാനം വെറും 3 ആഴ്ച പോലും തികയും മുൻപ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതെ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കിയിലെ NATO ഉച്ചകോടിയിൽ വെച്ച് ആ നിർണായക പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഫോർ മീ ഐ തിങ്ക് ഇറ്റ്സ് ഓവർ. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും അവസാനിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് ട്രംപ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് US യുദ്ധവിമാനങ്ങൾ വീണ്ടും ഇറാനിൽ കനത്ത ബോംബിംഗ് ആരംഭിച്ചു. മറുപടിയായിട്ട് കുവൈത്തിലും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും റോക്കറ്റുകൾ വർഷിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ ഇത്ര പെട്ടെന്ന് തകർന്നത്? ഇത് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും നിത്യജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് ആദ്യം ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് നോക്കാം. US ഇറാൻ സംഘർഷം അല്ലെങ്കിൽ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ മീഡിയേഷൻ വലിയ ശ്രമങ്ങളാണ് നടന്നിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ചതാണ് ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം. 60 ദിവസത്തെ ഡിപ്ലോമാറ്റിക് ചർച്ചകൾക്ക് വഴി തുറക്കാൻ വേണ്ടി ജൂൺ മാസത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഇരുവിഭാഗവും അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈ കരാറിന്റെ ആയുസ് വളരെ കുറവായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇറാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആ വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടാക്സ് പിരിക്കാനും തങ്ങളുടെ പ്രോട്ടോകോൾ അടിച്ചേൽപ്പിക്കാനും ഇറാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെയും ലൈബീരിയയുടെയും ഉൾപ്പെടെ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതോടെയാണ് അമേരിക്ക കളി മാറ്റിയത്. ട്രംപ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുകയും US സെൻട്രൽ കമാൻഡ് ഇറാനിലെ കോസ്റ്റൽ റഡാറുകളും അതുപോലെ എയർ ഡിഫൻസ് സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് വമ്പൻ ഒഫൻസീവ് സ്ട്രൈക്കുകൾ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്കകം ആഗോള സാമ്പത്തിക വിപണിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് സൂചികകളായ S&P 500, ഡൗ ജോൺസ് എന്നിവ വൻതോതിൽ താഴേക്ക് പോയിരുന്നു. ഏറ്റവും വലിയ പ്രഹരമുണ്ടായത് എണ്ണവിലയിലാണ്. രാജ്യാന്തര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 5% വർദ്ധിച്ച് ബാരലിന് $78 യുദ്ധം ഇങ്ങനെ തുടരുകയും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെടുകയും ചെയ്താൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കുതിച്ചുയരും. ഇത് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം ഉണ്ടാക്കുമെന്നാണ് ഇക്കണോമിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ യുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നതാണ്. ഇവിടെ 3 പ്രധാന വെല്ലുവിളികളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഇന്ധനവിലയും പണപ്പെരുപ്പവും. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ നമ്മുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കും. ഇത് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയുടെ വർധനവിനും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. ഇനി രണ്ടാമത്തേത് ഇന്ത്യൻ നാവികരുടെ സുരക്ഷയാണ്. ലോകത്തെ മെർച്ചന്റ് ഷിപ്പുകളിലെ ജീവനക്കാരിൽ 15% ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ മാസം ഇതേ ഹോർമുസ് കടലിടുക്കിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇന്ത്യയും USഉം തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വെടിനിർത്തൽ തകർന്നതോടെ ഗൾഫ് മേഖലയിലുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ വീണ്ടും ഭീഷണിയിലായിരിക്കുകയാണ്. ഇനി മൂന്നാമത്തേത് നയതന്ത്ര പ്രതിസന്ധിയാണ്. ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഉപരോധങ്ങളും പുതിയ യുദ്ധ സാഹചര്യവും കാരണം ഇന്ത്യക്ക് അതിന് സാധിക്കുന്നില്ല. അമേരിക്കയുമായിട്ടുള്ള സ്ട്രാറ്റജിക് പങ്കാളിത്തവും നമ്മുടെ ഊർജ്ജ സുരക്ഷയും തമ്മിലൊരു വലിയ ബാലൻസിംഗ് ഗെയിമാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ നടക്കുന്നത്. വെടിനിർത്തൽ കരാർ അവസാനിച്ചതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ബാക്ക് സ്റ്റേജിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന.
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് വളരെ സങ്കീർണവും അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ അങ്ങേയറ്റത്തെ രാഷ്ട്രീയ ധാർഷ്ട്യം വെളിവാക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ്. താൻ വിചാരിച്ചാൽ അമേരിക്കൻ ഭരണഘടനയെ പോലും തിരുത്താമെന്ന ട്രംപിന്റെ ഈഗോയ്ക്ക് സുപ്രീം കോടതി നൽകിയ കനത്ത പ്രഹരമാണ് ഇതിന്റെ പശ്ചാത്തലം. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഇസ് നോട്ട് ഫോർ സെയിൽ. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് താൻ നിയമിച്ച കൺസർവേറ്റീവ് ജഡ്ജിമാർ പോലും നിയമത്തിനെതിരെ നിന്നപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം അമേരിക്കയെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എന്താണ് ഈ ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് വിവാദം? ഒന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കാം. US ഭരണഘടനയുടെ 14ാം ഭേദഗതി 14th അമെൻഡ്മെന്റ് അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും മാതാപിതാക്കളുടെ നാഷണാലിറ്റി നോക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അമേരിക്കൻ പൗരത്വം ലഭിക്കും. ഇതാണ് ജസ് സോളി അഥവാ റൈറ്റ് ഓഫ് ദി സോയിൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒരു വിവാദ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. അമേരിക്കയിൽ ലീഗൽ വീസ ഇല്ലാതെ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാരുടെയോ അല്ലെങ്കിൽ താൽക്കാലിക വീസയിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെയോ കുഞ്ഞുങ്ങൾക്ക് ഇനി മുതൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സിറ്റിസൺഷിപ്പ് നൽകില്ല എന്നതായിരുന്നു ട്രംപിന്റെ വാദം. പൗരത്വം നേടാൻ വേണ്ടി മാത്രം ഗർഭിണികൾ അമേരിക്കയിൽ എത്തുന്ന ബർത്ത് ടൂറിസം തടയാനാണ് ഇതെന്ന് ട്രംപ് ഭരണകൂടം പറഞ്ഞു. എന്നാൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ഭരണഘടനാ അവകാശത്തെ ഒരൊറ്റ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇല്ലാതെയാക്കാൻ പ്രസിഡന്റിന് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് കോടതിയിലേക്ക് എത്തിയത്. ഈ തർക്കത്തിലാണ് കഴിഞ്ഞ ജൂൺ 30 സുപ്രീം കോടതി ട്രംപ് വേഴ്സസ് ബാർബറ എന്ന ചരിത്ര പ്രധാനമായ കേസിൽ വിധി പ്രസ്താവിച്ചത്. കോടതി വ്യക്തമായി പറഞ്ഞു, അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾക്ക് വിധേയരാണ്. അതുകൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരത്വം അവർക്ക് ലഭിച്ചിരിക്കും. രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലെ കൺസർവേറ്റീവ് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആണ് ഈ ഒരു ഭൂരിപക്ഷ വിധി എഴുതിയത്. ട്രംപ് തന്നെ നിയമിച്ച ആമി കോണി ബാരറ്റ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്നത് ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന കൃത്യമായ സന്ദേശമാണ് കോടതി നൽകിയത്. ട്രംപിന്റെ കടുത്ത ഇമിഗ്രേഷൻ നിയമങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ 6-3 വിധി. കോടതി വിധി വന്നാൽ സാധാരണയായിട്ട് ജനാധിപത്യ നേതാക്കൾ അത് അംഗീകരിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെയാണ് ട്രംപിന്റെ ആ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും നമ്മൾ കാണുന്നത്. ഈ വിധിയെ നീതികേട് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ജഡ്ജിമാർക്കെതിരെ വലിയ വിമർശനമാണ് ട്രംപ് അഴിച്ചുവിട്ടത്. ഈ ജഡ്ജിമാർ തങ്ങളുടെ ഭ്രാന്തൻ തീരുമാനം മാറ്റിയില്ല എങ്കിൽ അവർ അമേരിക്കയെ നശിപ്പിക്കുമെന്ന് വരെ ട്രംപ് പറഞ്ഞു. മാത്രമല്ല അമേരിക്കൻ പൗരത്വം വിൽക്കാനുള്ളതല്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയുമായിട്ട് ട്രംപ് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപ് ഈ റീഹിയറിംഗിന് പറയുന്ന ന്യായം എന്താണ് എന്നറിയാമോ? മെക്സിക്കോ ബോർഡറിൽ വലിയ പരസ്യ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നും അതിൽ $4000 പ്രസവവും ഒപ്പം അമേരിക്കൻ പൗരത്വവും എന്ന് പരസ്യം ചെയ്തിട്ടുണ്ട് എന്നുമാണ് ട്രംപിന്റെ വാദം. പക്ഷേ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ടെക്സസിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവരുടെ മെറ്റേണിറ്റി പാക്കേജ് സാധാരണ രീതിയിൽ പരസ്യം ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ടിനെ ട്രംപ് തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് വലിയ രീതിയിൽ വളച്ചൊടിച്ച് കാണിക്കുകയാണ് ചെയ്തത്. നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് US സുപ്രീം കോടതി ഒരിക്കൽ വിധി പറഞ്ഞ കേസ് വീണ്ടും വാദം കേൾക്കുന്ന ചരിത്രം കഴിഞ്ഞ ദശകങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ നീക്കം കേവലം തന്റെ വോട്ട് ബാങ്ക് നിലനിർത്താനും കോടതിയെ ഭയപ്പെടുത്താനുമുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെയും ഈ വിഷയം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഗ്രീൻ കാർഡിനായിട്ട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണൽസിന്റെ കുട്ടികൾക്ക് പൗരത്വം ഉറപ്പാക്കുന്നത് ഇതേ നിയമമാണ്. ട്രംപ് എത്രയൊക്കെ അഹങ്കാരത്തോടെ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ നോക്കിയാലും നിയമവ്യവസ്ഥ അതിശക്തമായി തന്നെ നിലകൊള്ളുന്നു എന്നതാണ് ഈ ഒരു വിധി കാണിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സർപ്രൈസ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സാധാരണയായിട്ട് യുക്രൈന് ആയുധങ്ങൾ കൊടുക്കുന്നതിനെ എതിർക്കാറുള്ള ട്രംപ് ഇത്തവണ റഷ്യയെ പോലും അമ്പരപ്പിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് പുറത്തെടുത്തിരിക്കുന്നത്. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നേറ്റോ ഉച്ചകോടിക്കിടെയാണ് ആഗോള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയോട് ആ നിർണായക പ്രഖ്യാപനം നടത്തുന്നത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ലോകത്തിലെ ഏറ്റവും മാരകമായ എയർ ഡിഫൻസ് സംവിധാനങ്ങളിലൊന്നായ അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈലുകൾ ഇനി മുതൽ യുക്രൈന് സ്വന്തം മണ്ണിൽ നിർമ്മിക്കാനുള്ള അനുമതിയാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. തന്റെ തനതായ ശൈലിയിൽ ട്രംപ് കൂട്ടിച്ചേർത്തത് എന്താണെന്നോ? ഇനിമേൽ ഞങ്ങൾക്ക് കൂടുതൽ മിസൈലുകൾ തരുന്നില്ല എന്ന് യുക്രൈന് പരാതിപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ട്രംപിന്റെ ഈ ഒരു കളി റഷ്യ-യുക്രൈൻ യുദ്ധത്തെ എങ്ങനെ മാറ്റിയെഴുതും? എന്താണ് ഈ പേട്രിയറ്റ് മിസൈലിന്റെ പ്രത്യേകത? പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഒരു പേട്രിയറ്റ് മിസൈൽ എന്ന് മനസ്സിലാക്കാം. ഫേസ്ഡ് അറേ ട്രാക്കിംഗ് റേഡാർ ഫോർ ഇന്റർസെപ്റ്റ് ഓൺ ടാർഗറ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് പേട്രിയറ്റ്. ലോക്ഹീഡ് മാർട്ടിൻ, ആർടിഎക്സ് കോർപ്പറേഷൻ എന്നീ അമേരിക്കൻ വമ്പൻ കമ്പനികളാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് വെറും ഒരു മിസൈൽ അല്ല, ഇതൊരു സമ്പൂർണ്ണ എയർ ഡിഫൻസ് ഇക്കോസിസ്റ്റമാണ്. ഇതിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്.
ഒന്ന് അൾട്രാ പവർഫുൾ റേഡാർ. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകളെയും ഡ്രോണുകളെയും ബാലൻസ്ഡ് മിസൈലുകളെയും ഒക്കെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ ഇതിന്റെ റേഡാറിന് സാധിക്കും. ഇനി രണ്ടാമത്തേത് കൺട്രോൾ സ്റ്റേഷൻ. വരുന്ന ഭീഷണികളെ കമ്പ്യൂട്ടർ സഹായത്തോടെ കൃത്യമായിട്ട് കണക്കുകൂട്ടി മിസൈലുകൾക്ക് നിർദ്ദേശം നൽകുന്ന കേന്ദ്രം. മൂന്നാമതായിട്ട് PAC-3 ഇന്റർസെപ്റ്റർ മിസൈൽസ് ഉണ്ട്. ശത്രുക്കളുടെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇടിച്ച് തകർക്കുന്ന ഹിറ്റ് ടു കിൽ ടെക്നോളജി ഇതുള്ള അതീവ വേഗതയുള്ള മിസൈലുകളാണ്. റഷ്യയുടെ ഏറ്റവും മാരകമായ ഖിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും ആകാശത്ത് വെച്ച് വെടിവെച്ചിടാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക പ്രതിരോധ സംവിധാനമാണിത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റഷ്യ യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ യുക്രൈന്റെ പക്കൽ ആവശ്യത്തിന് പേട്രിയറ്റ് മിസൈലുകൾ ഇല്ലായിരുന്നു. അമേരിക്ക നൽകുന്ന മിസൈലുകൾ പലപ്പോഴും ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് യുക്രൈനിൽ എത്താറുള്ളത്. ഇവിടെയാണ് ട്രംപിന്റെ ഈ ഒരു ലൈസൻസ് ഡീല് വലിയൊരു ടേണിംഗ് പോയിന്റ് ആകുന്നത്. ട്രംപ് പരസ്യമായിട്ട് സമ്മതിച്ചു, ഞങ്ങളുടെ പക്കൽ യുക്രൈന് തരാൻ മാത്രം അത്രയധികം പേട്രിയറ്റ് മിസൈലുകൾ ഇല്ല, കാരണം അമേരിക്കയുടെ സ്വന്തം സുരക്ഷയ്ക്ക് ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈനോട് ഇത് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടത്. യുക്രൈനിലെ ജനങ്ങൾ ഇത്തരം സങ്കീർണമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ അതീവ മിടുക്കരാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ ലൈസൻസ് ലഭിക്കുന്നതോടെ റഷ്യയുടെ മിസൈൽ ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ യുക്രൈന് സാധിക്കും. പക്ഷേ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. സാധാരണയായിട്ട് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പരസ്യമായ വിലയിരുത്തൽ. എന്നാൽ ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം ക്രെംലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അമേരിക്ക സത്യസന്ധതയൊന്നുമില്ലാതെ യുക്രൈനെ അന്ധമായിട്ട് പിന്തുണയ്ക്കുകയാണ് എന്നാണ് റഷ്യയുടെ വാദം. കൂടാതെ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞു, ഇത് വെറും ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ അല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇതൊരു യഥാർത്ഥ യുദ്ധമായി മാറിയിരിക്കുന്നു. അതേസമയം യുദ്ധരംഗത്ത് യുക്രൈൻ വലിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത്. അവർ സ്വന്തമായി വികസിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉള്ളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ വരെ തകർക്കുന്നുണ്ട്. ട്രംപ് പോലും യുക്രൈന്റെ ഡ്രോൺ സാങ്കേതികവിദ്യയെ പ്രശംസിക്കുകയും അത് അമേരിക്ക വാങ്ങാൻ താല്പര്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഡീല് വളരെ കൂളായിട്ട് തോന്നാമെങ്കിലും ഇവിടെയാണ് നമ്മൾ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ ചില കയ്പേറിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പേട്രിയറ്റ് മിസൈൽ നിർമ്മിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മിലിറ്ററി ഡേറ്റ അനുസരിച്ച് ഒരൊറ്റ പേട്രിയറ്റ് മിസൈൽ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങാൻ മാത്രം ഏകദേശം 18 മാസം മുതൽ 24 മാസം 2 വർഷം വരെ സമയമെടുക്കും. അത്രയേറെ സങ്കീർണമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മാത്രമല്ല 400-ലധികം ചെറുകിട കമ്പനികളുടെ വിവിധ പാർട്സും അതീവ രഹസ്യമായ അമേരിക്കൻ സോഫ്റ്റ്വെയർസും ഒത്തുചേർന്നാൽ മാത്രമേ ഈ മിസൈൽസ് പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആകൂ. അങ്ങനെയെങ്കിൽ വർഷങ്ങൾ എടുക്കുന്ന ഈ ഒരു പ്രക്രിയ ഇപ്പോൾ നിലവിൽ കടുത്ത റഷ്യൻ ബോംബിംഗ് നേരിടുന്ന യുക്രൈനെ പെട്ടെന്ന് സഹായിക്കുമോ? അതാണ് ചോദ്യം. ഉടനടി ഇതൊരു മാന്ത്രിക പരിഹാരമല്ല എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ യുക്രൈന് ഇതൊരു ലൈഫ് ലൈൻ ആണ് എന്ന് പറയണം. കാരണം വ്യക്തമാണ്, US ഇസ്രായേൽ സഖ്യം ഇറാനുമായിട്ട് നടത്തുന്ന യുദ്ധം കാരണം അമേരിക്കയുടെ സ്വന്തം കൈവശമുള്ള പേട്രിയറ്റ് മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഇനി യുക്രൈനിലേക്ക് കൂടുതൽ മിസൈലുകൾ ഒഴുകാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക അണ്ടർഗ്രൗണ്ട് ഫാക്ടറികളിൽ വെച്ച് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ യുദ്ധം നീണ്ടുപോയാലും സ്വന്തം പ്രതിരോധ കോട്ട തകരാതെ കാക്കാൻ അവർക്ക് സാധിക്കും. ഇനി വെല്ലുവിളികൾ അവിടെയും തീരുന്നില്ല. ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള അമേരിക്കൻ സ്വകാര്യ കമ്പനികളോട് ട്രംപ് ഈ വിവരം ഇതുവരെ ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. തങ്ങളുടെ ഏറ്റവും രഹസ്യമായ മിസൈൽ ഗൈഡൻസ് സോഫ്റ്റ്വെയറുകളും സാങ്കേതിക വിദ്യകളും യുക്രൈന് കൈമാറാൻ ഈ കമ്പനികൾ തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. എങ്കിലും യുക്രൈന്റെ വമ്പൻ ഡ്രോൺ സാങ്കേതിക വിദ്യ കൈക്കലാക്കാൻ ട്രംപിന് താല്പര്യമുള്ളതുകൊണ്ട് ഈ മിസൈൽ ഡീല് വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. ഇനിയുള്ള ചോദ്യം, യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് വെച്ച് എങ്ങനെയാണ് ഇത്തരം ഒരു വമ്പൻ മിസൈൽ ഫാക്ടറി നിർമ്മിക്കുക? റഷ്യൻ ബോംബിംഗിൽ നിന്ന് ഈ ഫാക്ടറികളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ യുക്രൈന്റെ ഒരു മിലിറ്ററി പവറാക്കി മാറ്റാനുള്ള നീക്കമാണ്. എന്തായാലും നേറ്റോ ഉച്ചകോടിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ പ്രഖ്യാപനം യുക്രൈന് ലഭിച്ച ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ്. വെറുതെ ആയുധങ്ങൾ ഇരുന്ന് വാങ്ങുന്ന രാജ്യമായിട്ട് യുക്രൈനെ മാറ്റാതെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ട്രംപിന്റെ ഈ ഒരു ശൈലിയെ ഇവിടെ തെറ്റു പറയാൻ പാടില്ല. റഷ്യയുടെ നിരന്തരമായ മിസൈൽ ഭീഷണികൾക്ക് മുന്നിൽ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച പേട്രിയറ്റ് പ്രതിരോധ കോട്ട തീർത്ത് യുക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറും. സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സിൽ ഇതിലും വലിയൊരു ട്വിസ്റ്റ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അഡ്രസ്സ് തന്നെ ആഗോള ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പോകുന്ന അത്ര വലിയൊരു ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചർ. ഇത്രയും കാലം കാശ്മീർ വിഷയം പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്.
നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ പാകിസ്ഥാൻ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന പാക് അധിനിവേശ കശ്മീർ അഥവാ POKയിലെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ പാക് ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറും ഒരു സാമ്പത്തിക സമരമല്ല ഇത്. ഇനി പാകിസ്ഥാന്റെ ആജ്ഞകൾ അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയുടെ പിന്തുണയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് POK ജനത ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് POK നീങ്ങുമ്പോൾ ഇന്ത്യ നേരിട്ട് ഇടപെടണമെന്നാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ POKയിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് പതിറ്റാണ്ടുകളായിട്ട് പുകയുന്ന ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഒരു വലിയ ജനകീയ വിപ്ലവമായിട്ട് മാറിയത്? വിശദമായിട്ട് നോക്കാം. കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് POK പൂർണ്ണമായും നിശ്ചലമാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAAC എന്ന ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനെതിരെയുള്ള കടുത്ത സമരം നടക്കുന്നത്. റവാലക്കോട്ട് ഈദ്ഗാ മൈതാനത്ത് നടന്ന വമ്പൻ ജനസാഗരത്തെ അഭിസംബോധന ചെയ്ത പ്രമുഖ നേതാവ് സർദാർ അമൻ ഖാൻ നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അദ്ദേഹം പരസ്യമായി പാക് സർക്കാരിന് ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ്. POK ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ല. നിങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ തോക്കുകളിലൂടെയാണ് നേരിടുന്നതെങ്കിൽ ഞങ്ങൾക്ക് മുന്നിലും മറ്റ് വഴികളുണ്ട്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, അതിർത്തിയിലെ ലൈൻ ഓഫ് കൺട്രോൾ LOC മറികടന്ന് ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യത്തിന് 10,000 ജനങ്ങൾ ഒരേ സ്വരത്തിൽ അതെ എന്ന് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പാക് സൈന്യം കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് POKയിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും പൂർണ്ണമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ക്രൂരമായിട്ടുള്ള ഒരു മിലിറ്ററി ഉപരോധം. ജനങ്ങൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്: ദയവായിട്ട് കശ്മീർ അതിർത്തി തുറക്കൂ, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ റേഷനും മരുന്നുകളും തന്ന് സഹായിക്കൂ. ഇത്രയും വലിയൊരു പാക് വിരുദ്ധ വികാരം ഇവിടെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ തുടക്കം കഴിഞ്ഞ വർഷങ്ങളിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. ഒന്ന്, കനത്ത വൈദ്യുതി ചാർജ്. കൗതുകരമായ വസ്തുത എന്താണ് എന്ന് വെച്ചാൽ, പാകിസ്ഥാന് ആവശ്യമായിട്ടുള്ള ഭൂരിഭാഗം ജലവൈദ്യുതിയും ഹൈഡ്രോ ഇലക്ട്രിക് പവറും ഉൽപ്പാദിപ്പിക്കുന്നത് POKയിലെ മാംഗ്ല ഡാം പോലുള്ള സംവിധാനങ്ങളിൽ നിന്നാണ്. എന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വൈദ്യുതി നൽകാതെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് ഇത് മാറ്റുകയും പ്രാദേശിക ജനങ്ങൾക്ക് ഭീമമായ നികുതി ചുമത്തി വലിയ കറണ്ട് ബില്ല് നൽകുകയുമാണ് പാക് സർക്കാർ ചെയ്തത്. 2, ഗോതമ്പ് വില വർധനവ്. ജനങ്ങളുടെ പ്രധാന ആഹാരമായ ഗോതമ്പ് മാവിന്റെ സബ്സിഡി പാക് സർക്കാർ പൂർണ്ണമായും നിർത്തലാക്കി. ഇതോടെ ഡെയിലി എക്സ്പെൻസ് പോലും സാധാരണക്കാരന് താങ്ങാനാവാതെയായി. 3, വിവേചനവും ഭരണകൂട ഭീകരതയും. ഈ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന നേതാക്കളായ ഷൌക്കത്ത് നവാസ് മീർ ഉൾപ്പെടെയുള്ളവരെ പാകിസ്ഥാൻ അവിടുത്തെ ക്രൂരമായ ആന്റി ടെററിസം നിയമങ്ങൾ ചുമത്തി ജയിലിലടച്ചു. ഇതാണ് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ജനകീയ വിപ്ലവത്തെ അടിച്ചമർത്താൻ അതിക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ദുഡിയാൽ മേഖലയിലുണ്ടായ വെടിവെപ്പിൽ നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്കാണ് പരിക്കേറ്റത്. ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ കൂട്ടായ്മയെ തകർക്കാൻ പാകിസ്ഥാൻ ജൂൺ ആദ്യം മുതൽ തന്നെ POKയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ഈ വാർത്തകളും ദൃശ്യങ്ങളും ഒന്നും പുറം ലോകം അറിയാതിരിക്കാനാണ് പാകിസ്ഥാന്റെ ഈ ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് തന്ത്രം. എന്നാൽ ഇതിനെല്ലാം പുറമെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ ഒരു പ്രസ്താവന തീക്കനലിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയായി. റാവലക്കോട്ടിലെയും അതുപോലെ മിർപൂരിലെയും ജനങ്ങൾ യഥാർത്ഥ കശ്മീരികൾ അല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഈ അധിക്ഷേപം ജനങ്ങൾക്കിടയിലെ പ്രാദേശിക വികാരം കൂടുതൽ ശക്തമാക്കി. ഇന്ത്യൻ ഭാഗത്തുള്ള ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വൻതോതിലുള്ള വികസനങ്ങളും സമാധാനവും പുലരുമ്പോൾ തങ്ങളെ പാകിസ്ഥാൻ വെറും കോളനിയായി കണ്ട് ചൂഷണം ചെയ്യുകയാണ് എന്ന തിരിച്ചറിവാണ് ഇന്ന് POKയിലെ ഓരോ സാധാരണക്കാരനുമുള്ളത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ ഇടപെടൽ പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്കാറയിലെ ആ ചരിത്രപരമായ NATO ഉച്ചകോടി ഇപ്പോൾ വിജയകരമായിട്ട് സമാപിച്ചിരിക്കുകയാണ്. അത്യന്തം വിജയകരമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സമ്മിറ്റിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ഉച്ചകോടി കേവലം ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയില്ല. ഒരു വശത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധത്തിനായിട്ട് GDPയുടെ 5% വരെ ചിലവഴിക്കണമെന്ന കടുത്ത നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ, മറുവശത്ത് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ സമ്മിറ്റിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾക്ക് ആയുധങ്ങൾ, അതും പേഴ്സണലൈസ്ഡ് അത്യാധുനിക പിസ്റ്റളുകൾ സമ്മാനമായിട്ട് നൽകി പാശ്ചാത്യ ലോകത്തെ അമ്പരപ്പിച്ചു. എന്താണ് അങ്കാറയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എർദോഗാന്റെ ഈ ഒരു ഗൺ ഡിപ്ലോമസിക്ക് പിന്നിലെ ലക്ഷ്യം എന്താണ്? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു കൗതുകരമായ ഗിഫ്റ്റ് കഥയിലേക്ക് വരാം. NATO ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി എർദോഗാൻ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ഈ മീറ്റിംഗിന് തൊട്ടു പിന്നാലെയാണ് അതീവ ആഡംബരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പെട്ടി എർദോഗാൻ സ്റ്റാമർക്ക് സമ്മാനിക്കുന്നത്. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, തുർക്കിയിൽ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു ആഡംബര സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ആയിരുന്നു. അതിലും വലിയ സർപ്രൈസ് എന്താണ് എന്ന് വെച്ചാൽ, ആ തോക്കിന് മുകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് കിയർ സ്റ്റാമർ എന്ന് വളരെ മനോഹരമായിട്ട് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു.
ഇതേ രീതിയിൽ പേര് കൊത്തിയ മറ്റൊരു പിസ്റ്റൾ നേറ്റോയുടെ ഉയർന്ന പദവിയിലേക്ക് എത്തുന്ന കെന്നത്ത് കാർണിക്കും എർദോഗൻ സമ്മാനിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഇത്തരം ആയുധങ്ങൾ നയതന്ത്ര വേദികളിൽ കൈമാറാറില്ല. എന്നാൽ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ തുർക്കി ഇന്ന് എത്രത്തോളം ശക്തരാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ എർദോഗൻ കണ്ടെത്തിയ ഒരു മാസ് ബ്രാൻഡിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ ഒരു തോക്ക് നയതന്ത്രം എന്ന് പറയണം. ഇനി ഈ സമ്മിറ്റിന്റെ വലിയ രാഷ്ട്രീയത്തിലേക്ക് വരാം. അമേരിക്കയിൽ രണ്ടാമതും അധികാരമേറ്റ ശേഷം ട്രംപ് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേറ്റോ സമ്മിറ്റുകളിൽ ഒന്നാണ്. എർദോഗനെ ഒരു ഗ്രേറ്റ് ലീഡർ എന്നും തന്റെ അടുത്ത സുഹൃത്തെന്നുമാണ് ട്രംപ് പ്രശംസിച്ചത്. ഈ സമ്മിറ്റിന്റെ പ്രധാന ഫോക്കസ് യൂറോപ്യൻ സെൽഫ് ഡിഫൻസ് ആയിരുന്നു. അമേരിക്കയുടെ മാത്രം കാശിൽ ഇനി നേറ്റോ മുന്നോട്ട് പോകില്ല എന്നും യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ ബജറ്റ് GDP-യുടെ 5% ഉയർത്തണമെന്നും ട്രംപ് കർശനമായിട്ട് ആവശ്യപ്പെട്ടു. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ യൂറോപ്പ് വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുന്ന സമയമാണിത്. ഇറ്റലിയും മറ്റ് മിക്ക രാജ്യങ്ങളും ഈ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ ഇതിൽ വളരെ പിന്നിലാണ് എന്ന് ട്രംപ് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയാണ് തുർക്കിയുടെ പ്രസക്തി. സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന തുർക്കി പ്രതിരോധ ചിലവുകളുടെ കാര്യത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് തുർക്കിയെ ഇപ്പോൾ ഇത്രയധികം ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു സമ്മിറ്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കാണാം. തുർക്കിക്ക് F-35 ഫൈറ്റർ ജെറ്റുകൾ നൽകുന്ന കാര്യത്തിൽ ട്രംപ് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ തുർക്കിയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ കാനന്റെ എഞ്ചിനുകൾ കൈമാറുന്നതിലും ധാരണയായിട്ടുണ്ട്. തുർക്കിയുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമായ സ്റ്റീൽ ഡോം ഈ മേഖലയിലെ നേറ്റോയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറുമെന്ന് എർദോഗൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ അമേരിക്ക തങ്ങളുടെ പ്രതിരോധ ഭാരം യൂറോപ്പിന്റെ തലയിലേക്ക് വച്ചൊഴിയുമ്പോൾ ആ സഖ്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വൻ ശക്തിയായി തുർക്കി മാറുന്ന കാഴ്ചയ്ക്കാണ് അങ്കാറ സാക്ഷ്യം വഹിച്ചത്. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ കൂടുമ്പോഴും ഇന്ത്യയെ പോലെ ഒരു രാജ്യം സ്വന്തം ഡിഫൻസ് എനർജി മേഖലകളെ സ്ട്രോങ് ആക്കാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ വലിയൊരു കരുത്താണ്. ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും ചർച്ചകളിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും ശാശ്വതമായ ഒരു സമാധാനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.